നമ്മൾ ഓരോരുത്തരും ദിവസേന വെബ്സൈറ്റുകൾ യൂസ് ചെയ്യുന്നവരാണ് അല്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് വരുന്ന വെബ്സൈറ്റുകൾ ഏതൊക്കെയാണ്? യൂട്യൂബ് ഉണ്ട്, ആമസോൺ ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട് അല്ലേ? ഡെയിലി യൂസ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു പേജിലേക്ക് എങ്ങനെ പോകാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഒരു രജിസ്ട്രേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു പേജിലേക്ക് എങ്ങനെ പോകാൻ പറ്റുന്നു, അല്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള പ്രോഡക്റ്റ്സ് എങ്ങനെയാണ് ഒരു ആമസോണിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്, അതിന് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്നത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇതൊക്കെ ഒരു മാജിക് പോലെ സംഭവിക്കുന്നതാണ് അല്ലേ? അതായത് നമ്മൾ ഓരോന്നിലും ഈ പറയുന്ന ക്ലിക്കുകൾ അല്ലെങ്കിൽ പേജസ് വ്യൂ ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതിൻ്റെ പിന്നിൽ ആ മാജിക് എന്ന് പറയുന്നത് എന്താണ്? കോഡിംഗ് ആണ് അല്ലേ? അപ്പോൾ ഇതുപോലെയുള്ള വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത്ര ജീനിയസ് ആവണം എന്നില്ല, അല്ലെങ്കിൽ നമുക്കൊരു കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി നമ്മൾ ഹോൾഡ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. നമ്മൾക്ക് വേണ്ട ഒരു ടൂൾ എന്ന് പറയുന്നത് എന്താണ്? അതാണ് പൈത്തൺ എന്ന് പറയുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈത്തൺ ഫുൾ സ്റ്റാക്ക് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ടാണ്. എന്താണ് ഫുൾ സ്റ്റാക്ക് എന്ന് പറയുന്നത്? ഫുൾ സ്റ്റാക്ക് എന്ന് പറയുന്നത് ഫ്രണ്ട് എൻഡ് സൈഡും ബാക്ക് എൻഡ് സൈഡും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്നതാണ് ഈ ഒരു ഫുൾ സ്റ്റാക്ക് എന്ന് പറയുന്നത്. നമുക്കത് റിയൽ വേൾഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്ത് പറയാം. അപ്പോൾ നമ്മളൊരു മൂവി കാണുന്നു അല്ലേ? നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്ന ആ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു ആക്ട്രസ് ആക്ട് ചെയ്യുന്ന സീൻസ് ആണ് നമ്മൾ കാണുന്നത് അല്ലേ? അവിടുത്തെ ആർട്ട് വർക്കുകൾ, അവർ ആക്ട് ചെയ്യുന്ന അവരുടെ സ്കിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അവരുടെ കോസ്റ്റ്യൂംസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവിടെ കാണുന്നത് അല്ലേ? ഈ ഒരു പാർട്ട് മാത്രമേ നമുക്കറിയേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പിറകിലും കുറേ കാര്യങ്ങളുണ്ട് അല്ലെ? ബിഹൈൻഡ് ദ സീൻ അല്ലെങ്കിൽ BTS എന്ന് പറയും. അപ്പോൾ അവിടെ എന്തൊക്കെ ചെയ്തിട്ടായിരിക്കും നമുക്ക് ഈ ഒരു മൂവീസ് കാണാൻ പറ്റിയിട്ടുണ്ടാവുക? അതായത് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ടായിരിക്കും, ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും, അതേപോലെ പ്രൊഡക്ഷൻ ടീംസ് ഉണ്ടായിരിക്കും. അങ്ങനെ ഇവരെല്ലാം ചേർന്ന് വരുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു മൂവി ക്രിയേറ്റ് ചെയ്യാൻ എടുക്കുന്ന എഫേർട്ടാണ് നമുക്ക് ആ ഒരു ഫിലിമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഒരു ഓഡിയൻസ് എന്ന നിലയിൽ നമ്മൾ കാണുന്ന ആ സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും അല്ലേ? അവർ വിഷ്വലി എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു എഫക്റ്റാണ് നമുക്ക് അവിടെ ആ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്രണ്ട് എൻഡ് സൈഡിൽ അല്ലെങ്കിൽ നമ്മൾ കാണുന്നതും ആ ബാക്കിൽ സൈഡ് BTSൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഈ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റിലേക്ക് കണക്ട് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് ആമസോൺ എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ അതിൽ നമ്മൾ കാണുന്ന പാർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യൂസർ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ആ പേജസ് ആണ് അല്ലേ? നമ്മൾ ഫസ്റ്റ് ലോഗിൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പേജസ് ഉണ്ടായിരിക്കും. നമ്മൾ രജിസ്റ്റർ ചെയ്യും, നമ്മുടെ ഡേറ്റാസ് എൻ്റർ ചെയ്യുന്നു, രജിസ്റ്റർ ചെയ്യുന്നു. ആ ഡേറ്റാസ് ഒക്കെ എവിടെയാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്നു, സബ്മിറ്റഡ് സക്സസ്ഫുള്ളി ചിലപ്പോൾ മെസ്സേജ് കാണും. ഓക്കെ, നമുക്ക് ഹോം പേജിലേക്ക് പോകുന്നു, ദെൻ നമ്മൾ പ്രോഡക്ട്സ് കാണുന്നു, ഓർഡർ ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ശരിക്കും ഒരു യൂസറായിട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ പുറകിൽ കുറേ കോഡുകൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. അതായത് നമ്മൾ കാണാത്ത കുറേ കാര്യങ്ങൾ ആ ഒരു കോഡിന് പുറകിലുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഡേറ്റ എവിടേക്കാണ് സ്റ്റോർ ആകുന്നത്, പിന്നീട് നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ആ ഡേറ്റ എങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ട് നമ്മളുടെ മാത്രം പ്രൊഫൈൽ എങ്ങനെയാണ് കാണുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു ബാക്ക് എൻഡ് സൈഡിലായിരിക്കും വരുന്നത്. അതായത് ബിഹൈൻഡ് ദ സീൻസിലായിരിക്കും ആ ഒരു വെബ്സൈറ്റിൻ്റെ വരുന്നത്. അപ്പോൾ ആ ഫ്രണ്ട് എൻഡിൽ നമ്മൾ യൂസ് ചെയ്ത് വരുന്നതാണ് HTML, CSS, ജാവാസ്ക്രിപ്റ്റ്, ബൂട്ട്സ്ട്രാപ്പ്, റിയാക്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി ബാക്ക് എൻഡ് സൈഡിലാണെങ്കിൽ നമുക്ക് ജാങ്കോ യൂസ് ചെയ്യാം, ഡേറ്റാബേസ്, സർവേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ബാക്ക് എൻഡ് സൈഡിൽ വരുന്നത്. ഇനി നമുക്ക് ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് വേണ്ട ടൂൾസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഫ്രണ്ട് എൻഡ് സൈഡിൽ നമുക്ക് ആവശ്യമുള്ള ടൂൾസ് എന്ന് പറയുന്നത് HTML ആണ്. HTML എന്ന് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് പറയുക. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഹൗസ് ബിൽഡ് ചെയ്യാനാണെങ്കിൽ ആദ്യം നമുക്കൊരു പ്ലാൻ വേണം അല്ലേ? ആ പ്ലാനിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു ഹൗസ് ബിൽഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ ആ ഒരു ബേസിക് പ്ലാൻ, ആ പ്ലാൻ ആണ് HTML യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഇനി അതിൻ്റെ മേളിൽ നമ്മൾ എന്ത് ചെയ്യും? ബിൽഡ് ചെയ്ത് വരും. ഹൗസ് ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പെയിന്റ് എന്താണ്, അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിൽ ആഡ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള എലമെന്റ്സ് കാര്യങ്ങളൊക്കെ അതൊക്കെ വരുന്നതാണ്. സ്റ്റൈലിങ് ചെയ്യുന്നതാണ് നമുക്ക് CSSൽ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് അല്ലെങ്കിൽ CSSന്റെ കാറ്റഗറിയിൽ വരുന്നത്. ഇനി ജാവാസ്ക്രിപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു വീട്ടിലൊരു സ്വിച്ച് ഇടണം എന്ന് വിചാരിക്കും. ഒരു ബൾബ് കത്തണം എന്നുണ്ടെങ്കിൽ ആ സ്വിച്ച് ഇടണം അല്ലേ? ആ സ്വിച്ച് ഇടുമ്പോൾ ആ ബൾബ് കത്തണം എന്നുള്ളൊരു പ്രോസസ്സ് നടക്കുന്നു. ഓക്കെ, അപ്പോൾ അതുപോലെ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യാം. എന്തെങ്കിലും ആക്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഇൻട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതേപോലെയാണ് ഇങ്ങനെയാണ് ടൂൾസ് വരുന്നത്. പിന്നെ നമുക്ക് ഫ്രണ്ട് എൻഡ് ആയിട്ട് റിയാക്റ്റും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ബാക്ക് എൻഡ് സൈഡിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ജാങ്കോ യൂസ് ചെയ്യാം, ഏതെങ്കിലും ഒരു ലാംഗ്വേജ്. നമുക്കിവിടെ പൈത്തൺ ഫുൾ സ്റ്റാക്കിൽ നമ്മൾ പൈത്തൺ ആണ് യൂസ് ചെയ്യുക. ജാങ്കോ, അതേപോലെ തന്നെ ഡേറ്റാബേസ്, സെർവേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത്. പിന്നെ നമുക്ക് ഈ കോഡുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് വേണം അല്ലേ? അതിന് നമുക്ക് VS കോഡോ പൈച്ചാമോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് ടൂൾസ് ആയിട്ട് വരുന്നത്.
ഇനി കോഡുകൾ നമുക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗിറ്റ്ഹബ് യൂസ് ചെയ്യാം. അതല്ല നമുക്ക് കോഡുകൾ ടെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് പോസ്റ്റ്മാൻ യൂസ് ചെയ്യാം. ഇനി എന്താണ് പൈത്തൺ എന്ന് പറയുന്നത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് പൈത്തൺ. നിങ്ങളിപ്പോൾ എവിടെ സെർച്ച് ചെയ്ത് നോക്കിയാലും ഏറ്റവും എമേർജിംഗ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് പൈത്തൺ എന്ന് പറയുന്നത്. അത് ഇത്ര പോപ്പുലർ ആവാൻ കാരണം തന്നെ അത് അത്രയ്ക്കും ഈസിയാണ് പഠിക്കാൻ. ബാക്കിയുള്ള ലാംഗ്വേജിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ ഈസിയാണ്. കോഡിങ് ബേസിക് അറിയാത്ത ആൾക്ക് പോലും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് പൈത്തൺ എന്ന് പറയുന്നത്. ബിഗിനർ ഫ്രണ്ട്ലി ആണ്. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ലൈൻസ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. എവിടേക്കാണ് ഈ പൈത്തൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് വെബ് ഡെവലപ്മെൻറ്റിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഡാറ്റ അനലിറ്റിക്സ്, അതേപോലെ തന്നെ ഗെയിം ഡെവലപ്മെൻറ്റ്, വെബ് സ്ക്രാപ്പിംഗ്, ഓട്ടോമേഷൻ, സ്ക്രിപ്റ്റിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ പെനിട്രേഷൻ ടെസ്റ്റിംഗ്, എത്തിക്കൽ ഹാക്കിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാ മേഖലകളിലും നമുക്ക് പൈത്തൺ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ആർക്കൊക്കെയാണ് പൈത്തൺ ഫുൾ സ്റ്റാക്ക് പഠിക്കാൻ പറ്റുന്നത്? നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണ്, ഇനി ഏത് കരിയറിലേക്ക് നിങ്ങൾക്ക് പോകണം എന്നറിയില്ല എന്ന് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബെസ്റ്റ് ചോയ്സ് ആണ് പൈത്തൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി കുറച്ച് മടുപ്പാണെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷൻ സ്വിച്ച് ചെയ്യണം എന്നാണെങ്കിലും നിങ്ങൾക്ക് പൈത്തൺ ചൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ ആപ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള അങ്ങനെ ക്യൂരിയസ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈത്തൺ ഫുൾ സ്റ്റാക്ക് ചൂസ് ചെയ്യാവുന്നത്. നിങ്ങൾക്ക് ആകെ ആവശ്യമുള്ളതെന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ഡിഗ്രിയോ ഒന്നുമല്ല, അല്ലെങ്കിൽ അത്ര ജീനിയസ് ആയിട്ടുള്ള ഒരാളോ അങ്ങനെയൊന്നും ആവണം നിർബന്ധമില്ല. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി, അതുപോലെ തന്നെ ഡെയിലി പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി മാത്രം മതി നിങ്ങൾക്ക് കോഡിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട്. എല്ലാ ഫീൽഡുകളിലും നമ്മൾ ഈ പൈത്തൺ യൂസ് ചെയ്ത് വരുന്നത് കൊണ്ട് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും എൻഡ് ആവുന്നില്ല. ഓക്കെ, നമ്മൾ കരിയർ എന്ന് പറയുന്ന പൈത്തണിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു നിലയിൽ എത്താൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് പൈത്തണിൻ്റെ പവർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ വെബ്സൈറ്റുകൾ മുതൽ നമുക്ക് ഡാറ്റ അനാലിസിസ് അല്ലെങ്കിൽ സ്മാർട്ട് ആയിട്ടുള്ള എഐസ് വരെ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അത് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പൈത്തൺ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഒരിക്കലും കുറയുന്നില്ല. ഹൈ ആയിട്ടുള്ളൊരു സാലറി പാക്കേജ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ പൈത്തൺ ഒരു ബെസ്റ്റ് ചോയ്സ് ആണ് നിങ്ങളുടെ. ചെറിയ കമ്പനി മുതൽ മൾട്ടിനാഷണൽ കമ്പനീസിൽ വരെ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് പൈത്തണിൽ ഉണ്ടാവും. ഓക്കെ, പൈത്തൺ എന്ന് പറയുന്നത് തന്നെ ഒരു ഫ്യൂച്ചർ ലാംഗ്വേജ് ആയിട്ടാണ്. ഓക്കെ, അത് ഓൾവേസ് എമേർജിംഗ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിട്ടാണ് വരുന്നത്. സോ അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും കുറയുന്നില്ല. എല്ലാ ഫീൽഡുകളിലും ഇപ്പോൾ പൈത്തൺ യൂസ് ചെയ്ത് വരുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ മൾട്ടിപ്പിൾ റോൾസിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും അത് ചെയ്യാം. ഇപ്പം നമുക്ക് ഡാറ്റ അനലിസ്റ്റ് ആവണം അല്ലെങ്കിൽ ഡെവലപ്പർ ആവണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല റോൾസിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാവുന്നതാണ്. സോ ഇനി എന്തിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്? സ്റ്റാർട്ട് ലേണിംഗ്, സ്റ്റാർട്ട് കോഡിംഗ് and welcome to the world of Python. Thanks for watching the video and see you in the next video. Happy coding.